ഹലോ, വെൽക്കം ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോ സെക്ഷനിൽ ഇലക്ട്രിക് കറണ്ട് എന്തെന്നുള്ളത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനകത്ത് ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്തതാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഒഴുക്കാണ് അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ഒരു കൂട്ടം ഇലക്ട്രോണിനെ അങ്ങനെ ഫ്ലോ ചെയ്യിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചലിപ്പിക്കണമെങ്കിൽ എന്ത് ആവശ്യമുണ്ട്? ഒരു ശക്തി ആവശ്യമുണ്ട്, ഒരു ഫോഴ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു എനർജി സോഴ്സ്, അതായത് ഒരു ബാറ്ററി, ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ സർക്യൂട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അതായത് ഒരു ഇലക്ട്രിക്കൽ എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫോഴ്സ് ഇലക്ട്രോൺസിന് കൊടുക്കുന്നത്. പൊതുവെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലായിരിക്കും ഇലക്ട്രോൺസിൻ്റെ അളവ് കൂടുതലുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യും? ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് ബാറ്ററി തന്നെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോണുകൾ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ബൾബായിട്ട് വരുന്ന ലോഡിലേക്കും അതിനുശേഷം നേരെ തിരിച്ച് പോസിറ്റീവ് ടെർമിനലിലേക്കും ഫ്ലോ ചെയ്യും, ഒഴുകി വരും. അത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന ആ നിമിഷമാണ് അങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണുകളെ ഒഴുകാൻ വേണ്ടിയിട്ട് ഒരു ശക്തിയാണ് എനർജി സോഴ്സ് കൊടുക്കുന്നത്. ആ ശക്തിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്നുള്ളത്. അപ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് വിച്ച് ഈസ് അവൈലബിൾ ടു ഡ്രൈവ് ദ ഫ്രീ ഇലക്ട്രോൺ ഇൻ എ ക്ലോസ്ഡ് പാത്ത്. അപ്പോൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്താ ചെയ്യുന്നത്? അവിടെ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ ലഭ്യമായ ഇലക്ട്രോണുകളെ ആ സർക്യൂട്ടിലെ ക്ലോസ്ഡ് പാത്ത് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള സർക്യൂട്ട്, ആ സർക്യൂട്ടിലൂടെ ഒഴുക്കി വിടാനാണ് എന്ത് ചെയ്യുന്നത്? ശ്രമിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു ഇലക്ട്രിക്കൽ ഫോഴ്സാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് കാരണം എന്ത് ചെയ്യും? അതുപോലെ തന്നെ കണ്ടക്ടേഴ്സിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസ്, വാലൻസ് ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസിനും ഈ ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫ്ലോ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് മെഷർ ചെയ്യുന്നതെന്നുള്ളത്? അപ്പോൾ ഒരു സെല്ലിൻ്റെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് മെഷർ ചെയ്യുന്നത് വോൾട്ട്സ് എന്നുള്ള യൂണിറ്റിലാണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് മെഷർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പിക്ചറിൽ കാണുന്ന ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും. അതായത് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഈ EMF എന്ന് പറയുന്നത്, ബാറ്ററിയുടെ EMF എന്ന് പറയുന്നത് ബാറ്ററിക്ക് സംഭവിച്ചിട്ടുള്ള ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ ടോട്ടൽ വാല്യൂ, അല്ലെങ്കിൽ എത്രയാണ് ഈ ഫോഴ്സ് എന്നുള്ളത് എങ്ങനെയാണ് പറയുക? IR ഡ്രോപ്പ് വരുന്നുണ്ട്. അതായത് ബാറ്ററി ഒരു ഇലക്ട്രോൺ ഫ്ലോ നടത്തിക്കൊണ്ട് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട് ഈ സർക്യൂട്ടിൽ. അതുമാത്രമല്ല, അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസും വരുന്നുണ്ട്. ലോഡിന് അക്രോസ് ആയിട്ട് എന്നുള്ള ലോഡിന് അക്രോസ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസും വരുന്നുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആയിട്ടുള്ള എന്നുള്ളതിൻ്റെ വാല്യൂ എങ്ങനെയാണ് പറയുന്നത്? ഈ I/R എന്നുള്ളത് വോൾട്ടേജ് ഡ്രോപ്പാണ്. അതിൻ്റെ കൂടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ടുള്ള V കൂടെ വന്നു കഴിഞ്ഞാലാണ് എന്ത് വരുന്നത്? ടോട്ടലായിട്ട് അത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? EMFൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇനി ഒരു സർക്യൂട്ടിൽ 2 പോയിന്റുകൾക്കിടയിലുള്ള വോൾട്ടേജിനെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് വോൾട്ട് മീറ്റർ. അപ്പോൾ 2 പോയിന്റിൻ്റെ ഇടയിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ 2 പോയിൻ്റ് ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം? വോൾട്ട് മീറ്റർ ആ 2 പോയിന്റുകൾക്കിടയിൽ പാരലലായിട്ട് കണക്ട് ചെയ്യും. പാരലലായിട്ട് എന്ന് പറഞ്ഞാൽ ആകെ 2 പോയിൻ്റാണ് വോൾട്ട് മീറ്ററിന് ഉണ്ടാവുക. അത് ആ 2 പോയിന്റിന് അക്രോസ് ആയിട്ട് പാരലലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി വോൾട്ടേജിൻ്റെ യൂണിറ്റുകൾ നമുക്കറിയാം. വോൾട്ടാണ് യൂണിറ്റ് എന്നുണ്ടെങ്കിലും അതിന് കിലോ വോൾട്ട്, മില്ലി വോൾട്ട്, മൈക്രോ വോൾട്ട് അങ്ങനെയൊക്കെ തരംതിരിച്ച് പറയുന്നുണ്ട്. നേരത്തെ നമ്മൾ ഇലക്ട്രിക് കറണ്ടിനെ ഇതുപോലെ തരംതിരിച്ച് പറയുന്നുണ്ട്. കിലോ വോൾട്ട് എന്നൊക്കെ പറയുന്നത് വലിയ വലിയ യൂണിറ്റുകളും, മില്ലി വോൾട്ട്, മൈക്രോ വോൾട്ട് എന്നൊക്കെ പറയുന്നത് ചെറിയ യൂണിറ്റുകളാണ്. അതായത് കിലോ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1000 വോൾട്ടാണ്. 1000 വോൾട്ടിനെയാണ് കിലോ വോൾട്ട് എന്ന് പറയുക. മില്ലി വോൾട്ട് എന്ന് പറഞ്ഞാൽ 1/1000 ആണ്. അതായത് 1000ൽ 1 വോൾട്ട് എന്നുള്ള രീതിയാണ്
പറയുന്നത്. മറ്റേത് ലക്ഷത്തിലൊരു വോൾട്ടാണ് മൈക്രോ വോൾട്ട് എന്നുള്ളത്. അപ്പോൾ ആ ചിഹ്നങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ വോൾട്ട് മീറ്റർ ലോഡിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തത്. ഇപ്പോൾ ഈ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ള വോൾട്ട് മീറ്ററിൻ്റെ 2 പോയിന്റ് ഈ ലോഡായിട്ടുള്ള ലാമ്പ് ബൾബിൻ്റെ എങ്ങനെയാണ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ലാമ്പിൽ എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ലാമ്പിൻ്റെ 2 പോയിന്റുകൾക്കിടയിൽ എത്ര വോൾട്ടേജ് ഉണ്ട് എന്നുള്ളതാണ് വോൾട്ട് മീറ്റർ മെഷർ ചെയ്യുന്നത്. വോൾട്ട് മീറ്റർ പല റേഞ്ചിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് വലിയ വോൾട്ടേജുകൾ മെഷർ ചെയ്യാനും ചെറിയ വോൾട്ടേജുകൾ മെഷർ ചെയ്യാനൊക്കെ റേഞ്ച് മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന മീറ്ററുകൾ റേഞ്ച് മാറ്റി മാറ്റിയുള്ള മീറ്ററുകൾ ഉപയോഗിക്കാം. ഇനി അടുത്തത് റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ ചാർജുകളുടെ ഒഴുക്കിനെയാണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുക. EMF എന്ന് പറഞ്ഞാൽ ഈ ഒഴുക്ക് പോസിബിൾ ആക്കുന്ന അല്ലെങ്കിൽ ഈ ഒഴുക്ക് ലഭ്യമാക്കുന്ന ആളെയാണ് EMF എന്ന് പറയുന്നത്. പക്ഷേ എല്ലാ കണ്ടക്ടറുകളിലും, അതായത് ചാലകത്തിലും എന്ത് സംഭവിക്കും? ഇലക്ട്രോണുകളെ ഒഴുകുന്നതിന് എതിരെയായിട്ട് ഒരു ശക്തി ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. അത് ബേസിക്കലി ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോപ്പർ വയറാണെങ്കിൽ ആ കോപ്പർ വയറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. അതുപോലെ അലുമിനിയം വയറാണെങ്കിൽ അലുമിനിയം വയറിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഒരു കോപ്പർ വയറിലൂടെ അല്ലെങ്കിൽ അലുമിനിയം വയറിലൂടെ വൈദ്യുതി ഒഴുകുക, അതായത് കറണ്ട് ഫ്ലോ ചെയ്യുക, ഇലക്ട്രിക് ചാർജുകൾ ഫ്ലോ ചെയ്യുക എന്നുള്ളതിനെ എതിരെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയാണ് റെസിസ്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് എ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു സവിശേഷതയാണ് എന്തിന് വേണ്ടിയിട്ടുള്ള ഓഫ് എ മെറ്റീരിയൽ ബൈ വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ഫ്ലോവിനെ ഒഴുക്കിനെ ഒപ്പോസ് ചെയ്യുന്നത്, തടസ്സപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു സവിശേഷതയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഓം എന്നുള്ള യൂണിറ്റാണ്. അതിൻ്റെ സിമ്പലാണ് ആ ഓം എന്ന് എഴുതിയിട്ടുള്ളത്. അത് ഗ്രീക്ക് ലെറ്ററാണ്, ഒമേഗ എന്നുള്ള ഗ്രീക്ക് ലെറ്ററാണ്. ഇനി അതുപോലെ ഓരോ യൂണിറ്റുകൾ മാറി മാറി വരുന്നു. മെഗാ ഓം, കിലോ ഓം, മില്ലി ഓം, മൈക്രോ ഓം, അങ്ങനെയുള്ള ഓരോ വലിയ റെസിസ്റ്റൻസ് വാല്യൂകളും ചെറിയ റെസിസ്റ്റൻസ് വാല്യൂകളും ഉണ്ട്. ഇനി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാത്ത ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് കാണുന്നത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു മീറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഓം മീറ്റർ എന്നാണ് പൊതുവെ ഇതിനെ പറയുന്നതെങ്കിലും വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് സെറ്റപ്പിലാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്നും പറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ മൾട്ടിമീറ്റർ എന്താണ്? നമ്മൾ സർക്യൂട്ടിലെ ഏത് വാല്യൂ കാണാനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീറ്ററാണ് മൾട്ടിമീറ്റർ എന്നുള്ളത്. അപ്പോൾ മൾട്ടിമീറ്റർ വെച്ചിട്ടും നമുക്ക് റെസിസ്റ്റൻസ് എന്ത് ചെയ്യാം? മെഷർ ചെയ്യാം. പല റെസിസ്റ്റൻസ് വാല്യൂകളിലും മെഷർ ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററിൽ സാധിക്കുന്നുണ്ട്. ഇനി കണ്ടക്റ്റൻസ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് പഠിച്ചു, അതായത് അതൊരു ഒപ്പോസിങ് ഫോഴ്സാണ്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ വൈദ്യുതി കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ വൈദ്യുതി പാസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് കണ്ടക്ടർ. അപ്പോൾ കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടിയാണ് എന്തിനു വേണ്ടിയിട്ട്? അതിലൂടെ കറണ്ട് ഒഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറണ്ട് ഒഴുകാനുള്ള പ്രോപ്പർട്ടിയാണ് കണ്ടക്റ്റൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഒരു കോയിൻ്റെ 2 വശങ്ങളായിട്ട്, നമുക്ക് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളായിട്ട് പറയും. കാരണം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ആളാണ്. കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഒഴുക്കിനെ സഹായിക്കുന്ന ആൾ. പ്രോപ്പർട്ടി എന്താണ്? ഒഴുക്കിന് വേണ്ടി വരുന്ന ഒരു സവിശേഷതയാണ് കണ്ടക്റ്റൻസ് എന്നുള്ളത്. അപ്പോൾ ഈ കണ്ടക്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്താൻ വേണ്ടി പറയുന്നത് എന്താണ്? കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കലാണ്. അതായത് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/R ആണ്. ഇനി യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് പറഞ്ഞാൽ ഓം എന്നാണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് എങ്കിൽ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് മോ എന്നാണ്. OHM എന്നുള്ളത് തിരിച്ചെഴുതിയ മോയാണ് വരുന്നത്. അതുപോലെ യൂണിറ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ നമ്മൾ ഒരു എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുന്നത് കറണ്ട് ഇൻറ്റു ടൈം എന്നുള്ള രീതിയിലാണ്.
അപ്പോൾ ആംബിയർ സെക്കൻഡ് എന്നാണ് ഇലക്ട്രിസിറ്റി മെഷർ ചെയ്യുക. ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് മെഷേർഡ് എന്നുള്ളത് കറണ്ട് ഇൻറ്റു സെക്കൻഡാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 5 ആംബിയർ കറണ്ട് 2 സെക്കൻഡ് വീതം ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 5 ഇൻറ്റു 2 10 ആംബിയർ സെക്കൻഡാണ് അവിടെയുള്ള ഇലക്ട്രിക്കൽ എനർജി, ഇലക്ട്രിസിറ്റി ട്രാൻസ്ഫേർഡ് ആയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അവിടെ അവൈലബിൾ ആയിട്ട് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് ആംബിയർ സെക്കൻഡ് എന്നുള്ള യൂണിറ്റിലാണ്. ഇനി നമുക്ക് വലിയ വാല്യൂകൾ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 5 ആംബിയർ കറണ്ട് 1 മണിക്കൂറിനോ അല്ലെങ്കിൽ 5 മണിക്കൂറിനോ പോയി എന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്തായിട്ട് പറയാം? 5 ഇൻറ്റു 5 ആംബിയർ, അതായത് 25 ആംബിയർ ഹവറായിട്ട് പറയാം. 25 ആംബിയർ ഹവറായിട്ട് പറയാം. അപ്പോൾ നമ്മൾ ഇവിടെ സമയത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ഹവറാക്കി എന്ന് പറഞ്ഞാൽ മണിക്കൂറാക്കി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വലിയ ക്വാണ്ടിറ്റികളെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഈ ആംബിയർ ഹവർ എന്നുള്ള യൂണിറ്റുകളും ഉപയോഗിക്കാം. അപ്പോൾ 1 ആംബിയർ ഹവർ എന്ന് പറഞ്ഞാൽ 3600 ആംബിയർ സെക്കൻഡാണ്. ഓക്കെ, അല്ലെങ്കിൽ 3600 കൂളമ്പാണ്. ആംബിയർ സെക്കൻഡ് എന്ന് പറയുന്നതാണ് കൂളമ്പ്. നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ് പറഞ്ഞ സമയത്ത് കൂളമ്പ് എന്ന് പറഞ്ഞ യൂണിറ്റ് പറഞ്ഞത്, അത് ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റാണ് കൂളമ്പായിട്ട് വരുന്നത്. താങ്ക് യു.